വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വിശുദ്ധ ലൂക്ക അന്ത്യോക്യയിൽ വിജാതീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ക്രിസ്തുവാബ്ദം 1-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് ഭൂജാതനായത് എന്നാണ് ലഭ്യമായ അറിവ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ സ്നേഹിതനും സഹപ്രവർത്തകനുമായ ഇദ്ദേഹം ശ്ലീഹായുടെ 2-3 പ്രേക്ഷിത യാത്രകളിലും തുടർന്ന് റോമിലെ കാരാഗൃഹവാസത്തിലും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുമാണ്. ക്രിസ്തുവാബ്ദം 70 ശേഷം ഗ്രീസിൽ വച്ചാണ് ഈ സുവിശേഷം വിരചിതമായത് എന്നാണ് സഭയുടെ യുക്തിഭദ്രമായ വിശ്വാസം. മറ്റു സമാന്തര സുവിശേഷ കർത്താക്കളായ മത്തായിയും മർക്കോസും ഉപയോഗിച്ച മൂലരേഖകൾക്ക് പുറമെ പഠനങ്ങളും പാരമ്പര്യങ്ങളും ഈ സുവിശേഷ രചനയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ബാല്യകാല സുവിശേഷം സ്നാപക യോഹന്നാനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ, നല്ല സമരിയാക്കാരന്റെ ഉപമ, മർത്തായെയും മറിയത്തെയും കുറിച്ചുള്ള വിവരണം, ധൂർത്തപുത്രന്റെ ഉപമ, പരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമ, സക്കേവൂസിന്റെ ചരിത്രം, ഹേറോദേസിന്റെ മുമ്പാകെയുള്ള വിസ്താരം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം തുടങ്ങി മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത പലതും ലൂക്കായുടെ സുവിശേഷത്തിൽ കാണാനിടവരുന്നു. ലഭ്യമായ എല്ലാ രേഖകളും സസൂക്ഷ്മം പരിശോധിച്ച് ക്രമീകൃതമായ ഒരു സുവിശേഷം എഴുതാനാണ് ലൂക്ക പരിശ്രമിക്കുന്നത്. പാരമ്പര്യങ്ങളെ വിശ്വസ്തയോടെ അവതരിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്, അവയെ സ്വന്തം വീക്ഷണത്തിന് യോജിച്ച വിധം ക്രമപ്പെടുത്തുകയും വിജാതീയ ക്രിസ്ത്യാനികളായ വായനക്കാർക്ക് താൽപര്യം തോന്നാൻ ഇടയില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ചു കളയുകയും തൻ്റെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ക്രൈസ്തവ ദർശനത്തെ അവതരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇതിൽ 24 അധ്യായങ്ങളിലായി 1149 വാക്യങ്ങളാണ് ഇതിലുള്ളത്. ഇവയെ 144 ഭാഗങ്ങളായി വിഭജിച്ച് ഓരോ ഭാഗത്തിനും ഉചിതമായ വ്യാഖ്യാനങ്ങളോടൊപ്പം ലളിതവും എന്നാൽ ഹ്രസ്വവുമായ ധ്യാന ചിന്തകളാണ് ഇതിൻ്റെ ഉള്ളടക്കം.